വിഷ്ണുട്ടാ, ഇന്ന് അവളെന്നെ നോക്കി ചിരിക്കുന്നുണ്ടോ? ഞാൻ കണ്ടു. സംഭവം സെറ്റായിന്നാ തോന്നുന്നത്. സെറ്റാതെ എവിടെ പോവാൻ? അങ്ങനെ വിടൂ. എത്ര നാള് പുറകെ നടന്നാ? ഞാനൊരിക്കലും കരുതിയിരുന്നില്ല ഇത്ര പെട്ടെന്ന് ഓക്കെ ആവുന്നു. അപാര കഴിവ് തന്നെ, സമ്മതിച്ചിരിക്കുന്നു. ഞാനൊരു കാര്യം തീരുമാനിച്ച അത് നടത്തിയിട്ടേ അടങ്ങും. നിന്നെ കണ്ട ആർക്കാടാ ഇഷ്ടാവാത്തെ? അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മറ്റു പെൺകുട്ടികളോട് ചെയ്തതുപോലെ ഗീതുവിനോട് ചെയ്യരുത്. അതൊരു പാവം കുട്ടിയാണ്. ആ നോക്കട്ടെ, ഇതൊക്കെ രസമല്ലേ? നീ ഭാഗ്യം ചെയ്തവനാടാ. എന്നെ നോക്ക്, ഒരു പെൺകുട്ടി പോലും മുഖത്ത് പോലും നോക്കില്ല. അങ്ങനെ പറയരുത്. ഏട്ടൻ്റെ ജീവിതത്തിലും ഒരു പെണ്ണ് വരാതിരിക്കില്ല. അതൊക്കെ മുകളിൽ ഒരാൾ തീരുമാനിച്ചിട്ടുണ്ട്. ആഹാ, എന്ത് നല്ല നടക്കാത്ത സ്വപ്നം. എന്തിനേട്ടാ കുറേ സൗന്ദര്യം? ഏട്ടൻ്റെ ആ മനസ്സ് മതിയല്ലോ. മനസ്സ് അതാര് നോക്കാനാ? കല്യാണമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും കുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ തന്നെ എന്ത് യോഗ്യത എനിക്കുള്ളത്? സ്വന്തം എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? എന്നെ വിശ്വസിച്ച് ആര് പെണ്ണ് തരാൻ? ആരുമില്ലെന്നു. അപ്പൊ ഞങ്ങളൊക്കെ ആരാ? അവള് വരുന്നുണ്ട്. ഞാനേ അപ്പുറത്ത് നിൽക്കാം. വിഷ്ണുവേട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നേ? ഇന്നെന്താ പണിയില്ലേ? ഇവിടെ നിന്ന് കറങ്ങാതെ പോവാൻ നോക്ക്. അവളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു? ഏയ്, പണിക്ക് പോകുന്നില്ലേന്ന് ചോദിച്ചു. ഞാൻ ആന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും ചോദിച്ചോ എന്നെ കുറിച്ച്? ഏയ്, ശ്യാമേട്ടനും ചേച്ചിയും തമ്മിൽ എന്താ? എന്ത്? ഞാൻ കണ്ടു രണ്ടാളുടെ നോട്ടവും ചിരിയൊക്കെ. എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? കണ്ടപ്പോ ചിരിച്ചു, അത്ര തന്നെ. പിന്നെന്താ ശ്യാമേട്ടനെ കണ്ടപ്പോ നാണത്തിൽ ചിരിക്കുകയും വിഷ്ണുവേട്ടനെ കണ്ടപ്പോ സംസാരിക്കുകയും ചെയ്തത്? ഓ അതോ, എനിക്ക് വിഷ്ണുവേട്ടനെ ഇഷ്ടമാണ്. വിഷ്ണുവേട്ടനോ? അപ്പൊ ശ്യാമേട്ടൻ? ഞാൻ എപ്പോഴെങ്കിലും ശ്യാമിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? എനിക്കിഷ്ടം വിഷ്ണുവേട്ടനെയാ. കാണാൻ ഭംഗിയിലല്ല, നല്ല മനസ്സുണ്ടായിരിക്കണം. എന്നാലും ചേച്ചിക്ക് തീരെ ചേരില്ല വിഷ്ണുവേട്ടൻ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, വിഷ്ണുവേട്ടൻ എന്നെ നന്നായി നോക്കും. വിഷ്ണുവേട്ടൻ ആരുമില്ല, അത് മറക്കണ്ട. അതുകൊണ്ട് തന്നെ ഒരായുസിന്റെ സ്നേഹം എനിക്ക് കിട്ടും.
കടി എന്താ വേണ്ടേ? ചായ മാത്രം മതി. ആ ഒരു ബർക്കി വർക്കില്ലേ? വാങ്ങിച്ചോ? ഇവിടെ വേണോ? മതി. ആള് തിരിച്ചു. കുട്ടേട്ടാ, ആടാ ഒരു സ്ട്രോങ് ആയ. ആ വിഷ്ണു, ഇന്ന് എവിടെയായിരുന്നു പണി? പള്ളിമുക്കിലാണ്. ആ, ഒരു ചായ. ആ ആ അച്ഛനോ? അച്ഛൻ എവിടെ പോയതാ? നടുവിനൊരു വേദന, ഡോക്ടറെ കാണാൻ പോയതാ. എന്നിട്ട് കണ്ടില്ലേ? കണ്ടു, മരുന്നിനെഴുതി ദാ തന്നു. ചായ. ഓ, കാശ് തയ്ഞ്ഞില്ല. അപ്പം ഞാനിങ്ങോട്ട് പോന്നു. ശ്യാമ് കാശൊന്നും തന്നില്ലേ? തന്നു, പക്ഷെ തയ്ഞ്ഞില്ല. എന്നാലേ ഇനി അവനോട് ചോദിക്കണ്ട. ഇത് വെക്ക്, അസുഖം മാറട്ടെ. അത് വേണ്ട മോനെ, ശ്യാമിനോട് വാങ്ങിക്കാം. അപ്പൊ ഞാൻ ആരാ? എന്നാത്താ, നീ എൻ്റെ കുട്ടി തന്നെ. ഇതാ. ആ. ശരി. ഇക്കാലത്ത് ഇങ്ങനെയുള്ള ചെക്കന്മാരെ കാണാൻ പാടാ. എന്ത് നല്ലൊരു കുട്ടിയാ. എന്തോ ഒരാലോചന. ആലോചിക്കാതിരിക്കാൻ പറ്റുമോ? എന്താണാവോ? നിന്നെക്കുറിച്ച് തന്നെ. നിന്നെ ഒരാളുടെ കൈ പിടിച്ച് ഏൽപ്പിക്കുന്നവരെ ആലോചന തന്നെ. അതൊക്കെ സമയമാവുമ്പോ നടക്കും. നിന്നെ അങ്ങനെ വെറുതെ ഇറക്കി വിടാൻ പറ്റുമോ? മുതലുണ്ടാക്കണ്ടേ? സ്ത്രീധനം വാങ്ങാത്ത ആളുണ്ടെങ്കിൽ മതി. അല്ലെങ്കിൽ ഞാനിവിടെ നിന്നോളാം. അച്ഛൻ ടെൻഷൻ ആവണ്ട. എണീറ്റ് വാ, വല്ലതും കഴിക്കാം. എന്തോ കാര്യമായിട്ടുള്ള ആലോചനയിലാണല്ലോ. ഏയ്, ഒന്നുമില്ല. ഞാൻ വെറുതെ. എന്താ ഇത്? ഗീതു, എന്താ ഇത്? ആരെങ്കിലും കാണില്ലേ? എന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ. ശ്യാമി ഇത് കണ്ടുവരണം. കൊല്ലും അവൻ എന്നെ. അത്രയ്ക്ക് ജീവനാ നിന്നെ. അത് ശ്യാം മാത്രം വിചാരിച്ചാൽ മതിയോ? മനസ്സിലായില്ല. മനസ്സിലാവില്ല. ആർക്കും ഒന്നും മനസ്സിലാവില്ല. എൻ്റെ മനസ്സ് ആരും കാണില്ലല്ലോ. എനിക്ക് ശ്യാമിനെ ഇഷ്ടമാണെന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ അവൻ. വിഷ്ണുവേട്ടനെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഇതറിഞ്ഞ അവൻ ആകെ തകരും. എനിക്കിഷ്ടം വിഷ്ണുവേട്ടനെയാ. ഉം. നോക്കണ്ട, ഒരുപാട് ഇഷ്ടം എനിക്ക്. തുറന്നു പറയാൻ
ഒരവസരം കിട്ടണ്ടേ? അത് ശരിയാവില്ലടോ. അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. അത് ഞാനും കൂടി തീരുമാനിക്കണ്ടേ? അതല്ലടാ, ഒരുപാട് പരിമിതികളുണ്ട് എനിക്ക്. സ്വന്തമെന്ന് പറയാൻ പോലും ആരുമില്ല. ഒരനാഥൻ. വേണ്ട, ഒന്നും പറയണ്ട. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും നമ്മൾ ഒരുമിച്ച് സഹിക്കും. നാളെ തെറ്റായിപ്പോയെന്നൊരു തോന്നലുണ്ടാവരുത്. ഗീതുവിനെ പോലൊരു കുട്ടിയെ സ്വപ്നത്തിൽ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ആ നിലയ്ക്ക് ഞാൻ ഭാഗ്യവാനാണ്. പക്ഷേ ഇതറിഞ്ഞ ശ്യാം അതോർത്ത് ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട. ശ്യാം, തെണ്ടി. അവൾക്ക് അവനെ മാത്രമേ കിട്ടിയുള്ളൂ പ്രേമിക്കാൻ. എന്ത് കണ്ടിട്ടാ? നന്ദി കേട്ട നായ. സത്യത്തിൽ അവനൊന്നും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ല. ഇത്രയും കാലം തോളിൽ കൈയിട്ട് നടന്നിട്ടേ ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ അവൻ്റെയൊക്കെ സ്വഭാവം. എൻ്റെ കുട്ടി വിഷമിക്കണ്ട. അവള് മാത്രം വിചാരിച്ച കാര്യങ്ങൾ നടക്കില്ലല്ലോ. നാളെ തന്നെ ശങ്കരനെ കാണും. നിനക്ക് വേണ്ടി പെണ്ണ് ചോദിക്കണം. അല്ലേലും അവനൊന്നും ആ അനാഥ ചെക്കന് പെണ്ണ് കൊടുക്കൂ എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ശരിയാക്കാടാ, നീ ടെൻഷൻ അടിക്കാതെ. ഏട്ടൻ എന്ത് ചെയ്തിട്ടാ? ഞാനല്ലേ ചെയ്തത്. എനിക്ക് ഒരു കുറ്റബോധമില്ല. അതല്ലടാ, ഇഷ്ടം, സ്നേഹം ഇതൊന്നും ഞാൻ ആഗ്രഹിക്കാൻ പാടില്ലാത്തായിരുന്നു. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാത്തവൻ്റെ ജീവിതത്തിലേക്ക് നീ വന്നപ്പോൾ അരുതെന്ന് പറയാൻ തോന്നിയില്ല, വിട്ടുകളയാനും. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ അർഹിക്കാത്ത ആഗ്രഹിച്ചവനായിപ്പോയി ഞാൻ. മറ്റുള്ളവരെന്തും പറയട്ടെ, അതൊന്നും കാര്യാക്കണ്ട. ഒരുപാട് ആഗ്രഹിച്ചിട്ട് അവസാനം നീയും എന്നെ വിട്ടുപോയാൽ അതെനിക്ക് താങ്ങാനാവില്ല. വിട്ടുപോവാനോ? ഈ ജന്മം മുഴുവനും നീ എനിക്ക് വേണം. വിട്ട് കളയില്ല ഞാൻ. ആരത്? ശങ്കരനോ? ഞാനൊന്ന് കാണാനിരിക്കായിരുന്നു. എന്താ രാഘവ? ശങ്കര, ഞാൻ പോണു. വേറൊന്നല്ല, തൻ്റെ മോൾക്കൊരു ആലോചനയായിട്ട് വന്നതാ. ചെക്കൻ വേറെ ആരുമല്ല, എൻ്റെ മോൻ തന്നെ. അതിനെക്കുറിച്ച് ഞാൻ എന്താ പറയാ? മോളുടെ അഭിപ്രായം ചോദിക്കട്ടെ. അവളുടെ ഇഷ്ടം നോക്കണ്ടേ? അതൊക്കെ എന്തിനാ? നമ്മളങ്ങോട്ട് തീരുമാനിക്കും, അവരങ്ങോട്ട് അനുസരിച്ചോളും. പഴയ കാലമല്ല, അവരുടെ ഇഷ്ടവും കൂടി നോക്കണ്ടേ? കൂടെ ജീവിക്കുന്നവരവരല്ലേ, പിന്നീട് കുറ്റപ്പെടുത്തരുതല്ലോ. കല്യാണപ്രായമായാൽ കഴിവതും പെട്ടെന്ന് കെട്ടിച്ചു കൊടുക്കണം. കാലം വല്ലാത്തതാണേ, അതുകൊണ്ടാ. എൻ്റെ മോളിലെ എനിക്ക് വിശ്വാസം രാഘവ. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. എന്തായാലും ഞാൻ മോളുമായിട്ടൊന്ന് ആലോചിക്കട്ടെ.
എതിര് പറയാൻ സാധ്യതയില്ല ശങ്കര. കുട്ടിക്കാലം മുതൽ കാണുന്നതല്ലേ. പിന്നെ ശ്യാമാണ് എന്നോട് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത്. അതാ ഞാൻ തന്നോട് ചോദിച്ചത്. കുട്ടികളുടെ ആഗ്രഹമല്ലേ, നമുക്ക് നടത്താടോ. ആലോചിക്കാം. ശരി, എങ്കിൽ താൻ വിവരം പറയൂ. ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് വരാം പെണ്ണ് കാണാൻ. ചടങ്ങ് തെറ്റിക്കണ്ടല്ലോ. എന്നാ ശരി, റേഷൻ കടയ്ക്ക് ഒന്ന് പോണം. ഇന്നെന്തോ ഒരു സ്നേഹം. മോക്കെങ്ങനെ ഇത് കൃത്യമായിട്ട് മനസ്സിലായത്? എനിക്കറിയാലോ എൻ്റെ അച്ഛനെ. വേറൊന്നുമല്ല, മോക്കൊരാലോചന വന്നിട്ടുണ്ട്. മോക്ക് അറിയാവുന്ന ആൾ തന്നെ. മോളോട് ചോദിച്ചിട്ട് മറുപടി പറയാച്ചിട്ടിരിക്കുകയായിരുന്നു. അതാരാ ഞാനറിയുന്ന ആൾ? വേറെ ആരുമല്ല, നമ്മുടെ രാഘവൻ്റെ മോൻ ശ്യാമിന് വേണ്ടിയാ. ഇന്നവൻ എന്നോട് ചോദിച്ചു, എന്താ മോളുടെ അഭിപ്രായം? മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. അച്ഛൻ ഉറപ്പൊന്നും കൊടുത്തിട്ടില്ല. കേട്ടപ്പോൾ നന്നായി തോന്നി. നമുക്ക് നന്നായി അറിയുന്ന കുടുംബവും, അതാ അച്ഛൻ ചോദിച്ച്. അത് വേണ്ട അച്ഛാ, അവനെ എനിക്കങ്ങനെ കാണാൻ പറ്റില്ല. ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. അച്ഛൻ ചോദിച്ചോണ്ട് മനസ്സ് വിഷമിപ്പിക്കണ്ട. നമ്മളത് വിട്ടു. എൻ്റെ മോൾക്ക് ഇഷ്ടമല്ലാത്തത് അച്ഛൻ ചെയ്യില്ല. പോരെ? എൻ്റെ കണ്ണടനു മുമ്പ് മോളെ ഒരാളുടെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കണം. അത്രേ അച്ഛൻ ആഗ്രഹിച്ചുള്ളൂ. എല്ലാം നടക്കും. ഞാനൊരു കാര്യം പറഞ്ഞാൽ അച്ഛന് ദേഷ്യം തോന്നും. ആദ്യം കാര്യം പറയ്, എന്നാലേ പറയാൻ പറ്റൂ. പറയാം, പക്ഷെ പിണങ്ങരുത്. കാര്യം പറയൂ നീ. ദേഷ്യപ്പെടരുത്, സമ്മതിക്കണം പ്ലീസ്. അത് പിന്നെ എനിക്ക് ഒരാളെ ഒരുപാട് ഇഷ്ടം. മോളെ, ഞാനെന്താ ഈ കേൾക്കുന്നത്? കുറച്ച് സ്വാതന്ത്ര്യം തന്നു എന്ന് കരുതിയപ്പോൾ. അച്ഛന് ഇഷ്ടമല്ലെങ്കിൽ എനിക്കിത് വേണ്ട. അതല്ല ഉണ്ണി, അമ്മയില്ലാതെ വളർന്ന കുട്ടിയാ. ഒരു തെറ്റ് കണ്ട നാട്ടുകാർക്ക് അത് മതി ഓരോന്ന് പറയാൻ. അതാ അച്ഛൻ്റെ പേടി. മോള് പറഞ്ഞ ആളാരാ? അത് വിഷ്ണുവേട്ടനാ. മോൾ എന്തറിഞ്ഞിട്ടാ? ആരോരും ഇല്ലാത്ത പയ്യനവൻ. എൻ്റെ കാലശേഷം സ്വന്തം എന്ന് പറയാൻ ആരാ ഉള്ളതവന്? ഒരാവേശമൊക്കെ നല്ലതാ, പക്ഷേ ജീവിച്ചു തുടങ്ങുമ്പോൾ കുറവുകൾ, അകൽച്ചകളെ കാരണമാവും. എനിക്കറിയാം അച്ഛാ. അവൻ നല്ല പയ്യനാ, നല്ല സ്വഭാവം, ഒരു ദുശീലങ്ങളും ഇല്ല. നാട്ടിലെല്ലാവർക്കും പ്രിയപ്പെട്ടവൻ. ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു കാരണവും കാണുന്നില്ല. പക്ഷേ നാട്ടുകാർ പോവാൻ പറ. എനിക്ക് എൻ്റെ മോളെ ആഗ്രഹം വലുത്. സത്യം? എൻ്റെ ചക്കര അച്ഛൻ. പിന്നെ താമസിയാതെ അവനോട് ഇവിടെ ഒന്ന് വരാൻ പറയണം. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറയാം. രാഘവനോട് എന്താ പറയുക? പറയാതിരിക്കാനും പറ്റില്ല. എന്താണ്? നിനക്ക് പേടിയില്ലേ? ഇല്ല. ഞാൻ എന്ത് ചെയ്താലും? ഇല്ല.
അവർ ഒന്നിച്ച് ജീവിക്കട്ടെ രാഘവ. അവരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്.